അധ്യാപികമാർ ഉൾപ്പെട്ട കോഴിക്കോട് വടകര MDMA കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന 2 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. സിനോജ്, ഇനി അറിയേണ്ടത് സാമ്പത്തിക ഇടപാടുകളിലെ കൂടുതൽ വിവരങ്ങളാണല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, അശ്വതി, അതായത് ഈ കേസിലെ പ്രതികളായ കാവ്യ, നിഷ്മ എന്നീ 2 അധ്യാപികമാരെയാണ് കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഈ അധ്യാപികമാരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ. ആദ്യം അറസ്റ്റിലായ കീർത്തനയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് ഒരു ഡെലിവറി ബോയിനെ, ജിജിൻ എന്ന പേരുള്ള ഡെലിവറി ബോയെ കൂടെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരുടെ ഒക്കെ തന്നെ അക്കൗണ്ടിലൂടെ ലക്ഷക്കണക്കിന് രൂപ ആണ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പണമാണ് ഇടപാട് നടത്തിയിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. ഇവരുടെ പിന്നിലുള്ള ഒരു സൂത്രധാരൻ വയനാട് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനാണെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും അയാളെ ഇതുവരെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ പ്രതികൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതായാലും 3 അധ്യാപികമാരാണ് ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. ഏറെ വിവാദമായ കേസാണ്. അതുമായി ബന്ധപ്പെട്ട് വടകര പോലീസ് കൃത്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഈ ചെയിനിലുള്ള ബാക്കി ആളുകളെ പിടികൂടാൻ വേണ്ടി പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവർക്ക് MDMA എവിടെ നിന്നാണ് ലഭിക്കുന്നത്, ഏതൊക്കെ രീതിയിലൂടെയാണ്, ആർക്കൊക്കെയാണ് ഇവർ വിതരണം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അന്ന് വടകര റൂറൽ SP പറഞ്ഞിരുന്നു വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടില്ല എന്നാണ് പ്രാഥമികമായി വിവരമെന്ന് പറഞ്ഞിരുന്നു. അത് പൂർണ്ണമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ അധ്യാപികമാരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം തന്നെ ഇവരുടെ മറ്റ് യാത്രകൾ, കേരളത്തിന് പുറത്തേക്ക് ഇവർ യാത്ര ചെയ്തിട്ടുണ്ടോ, ബംഗളൂരു ഉൾപ്പെടെ നഗരങ്ങളിലേക്ക് ഇവർ യാത്ര ചെയ്തിട്ടുണ്ടോ, രാജ്യത്തിന് പുറത്തേക്ക് ഇവർ യാത്ര ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഇവർക്ക് MDMA കൊടുത്ത പ്രധാനപ്പെട്ട കണ്ണികളെ ഉൾപ്പെടെ പോലീസിന് പിടികൂടേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ, ഇവരുടെ അക്കൗണ്ടുകൾ വഴി ചെറുതും വലുതുമായി നിരവധി തുക വന്നിരുന്നു. അത് ആരൊക്കെ എന്തിനു വേണ്ടി അയച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പോലീസ് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി ഏതായാലും ഇന്ന് കേസ് പരിഗണിക്കുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ജയിലിലേക്ക് പ്രൊഡക്ഷൻ വാറണ്ട് അയക്കുകയും ചെയ്തിരുന്നു. സിനോജ്, ഇതിൽ കൂടുതൽ പ്രതികളിലേക്ക്, അതായത് ഇനിയും കൂടുതൽ പങ്കുകൾ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇതിന്റെ ബന്ധങ്ങൾ ഉള്ളത് എന്നതിലേക്ക് കൂടി അന്വേഷണം നീളേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ശ്രുതി, അതായത് വടകരയിൽ വെച്ച് ചെറിയൊരു MDMA കേസ് പോലീസ് പിടിക്കുന്നു. അതിന്റെ പിന്നാലെ പോയപ്പോഴാണ് ഇത്തരത്തിൽ 3 അധ്യാപികമാരിലേക്ക് അന്വേഷണം എത്തുന്നത്. ഇവരുടെ സാമ്പത്തിക ഇടപാട് പരിശോധിച്ചാണ് പോലീസ് പേരാമ്പ്ര BRCയിലെ അധ്യാപികമാരിലേക്ക് എത്തുന്നത്. അവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയത് ഇരിട്ടിയിലെ ഒരു ഡെലിവറി ബോയുടെ അക്കൗണ്ടിലേക്കാണെന്ന് കണ്ടെത്തുന്നു. ആ ഡെലിവറി ബോയുടെ അക്കൗണ്ടിൽ തന്നെ ഏകദേശം 1 കോടി രൂപയോളം ട്രാൻസാക്ഷൻ നടന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ തന്നെ വയനാട് സ്വദേശിയുടെ അക്കൗണ്ടിലേക്കും പണം പോയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അതായത് അക്കൗണ്ടിൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഈ ചങ്ങലകളെ പിടിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന വയനാട് സ്വദേശി ഇതുവരെ പോലീസിന് പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇവർക്ക് MDMA വന്നത് ബംഗളൂരിൽ നിന്നാണെന്ന് സംശയമുണ്ട്. അതുകൂടി സ്ഥിരീകരിക്കണമെങ്കിൽ ഈ മുഖ്യ പ്രതിയെ, വയനാട് സ്വദേശിയെ പ്രതിയെ പോലീസിന് പിടികൂടേണ്ടതുണ്ട്. ഈ 2 അധ്യാപികരെ കാവ്യയും നിഷ്മയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ. അതായത് ഇവർ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെന്ന് പോലീസിന് വിവരമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇടപാട്, ലഹരി വിൽപ്പന നടത്തിയിരുന്നു. ഇവരുടെ അക്കൗണ്ടുകൾ വഴി മറ്റുള്ള ആളുകളും ലഹരി വിൽപ്പന നടത്തിയാൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പണം വന്നതായി പോലീസ് പറയുന്നത്. അത് എങ്ങനെയാണ് ഈ പണം വന്നത്, ഇവർക്ക് ലഭിച്ച പണം ആർക്കൊക്കെയാണ് അയച്ചു നൽകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ച് വരുന്നത്. ആദ്യം പിടിയിലായത് കീർത്തനയാണ്. വടകര പോലീസ് പേരാമ്പ്ര BRCയിലെ കീർത്തന എന്ന അധ്യാപികയാണ് പിടികൂടുന്നത്. അതിനുശേഷമാണ് BRCയിൽ തന്നെ ഇവരുടെ സഹപ്രവർത്തകരായ കാവ്യയും നീഷ്മയും പോലീസ് പിടികൂടുകയും ചെയ്യുന്നത്. ഈ 3 അധ്യാപികമാരെയും BRCയിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് പുറത്താക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ ഇരിട്ടിയിൽ നിന്ന് ജിജിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു. ഡെലിവറി ബോയ് ആണ്. അയാളുടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ലഹരി ഇടപാട് നടത്തിയത്. ഈ ലഹരി വാങ്ങുന്ന ആളുകൾക്ക് വ്യക്തമാണ്. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.